ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ചർച്ച ചെയ്യുന്നത് വയറിംഗ് സിസ്റ്റത്തിലെ 9ാമത്തെ ക്ലാസ്സാണ്. അതിൽ ചർച്ച ചെയ്യുന്നത് ELCB, എർത്ത് ലീക്കേജ് സർക്യൂട്ട് ബ്രേക്കറിനെ കുറിച്ചാണ്. നമ്മുടെ വീടുകളിലൊക്കെ ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ് നമ്മൾ പറഞ്ഞിരുന്നു, എന്താണ് KCBയിൽ നിന്നും സപ്ലൈ കിട്ടണമെങ്കിൽ ELCB അല്ലെങ്കിൽ RCCB എന്നും പേര് പറയും, റെസിജ്വൽ കറണ്ട് സർക്യൂട്ട് ബ്രേക്കർ. അപ്പോൾ ഇതിനെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഒബ്ജക്റ്റീവ്സ് അറ്റ് ദി എൻഡ് ഓഫ് ദിസ് ക്ലാസ് ട്രെയിനി ഷാൾ ബി ഏബിൾ ടു ഫസ്റ്റായിട്ട് എക്സ്പ്ലെയിൻ ദി വർക്കിംഗ് പ്രിൻസിപ്പിൾ, ഡിഫറെൻറ്റ് ടൈപ്സ് ആൻഡ് കൺസ്ട്രക്ഷൻ ഓഫ് ആൻ എർത്ത് ലീക്കേജ് സർക്യൂട്ട് ബ്രേക്കർ. ELCBയുടെ കൺസ്ട്രക്ഷന്, അതിൻ്റെ ടൈപ്സ്, അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ, പിന്നെ എന്താണ് ടെക്നിക്കൽ സ്പെസിഫിക്കേഷൻ ഓഫ് ELCB. ഇത്രയാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ, അതിന് മുമ്പായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, എന്തിനാണ് ELCB ഉപയോഗിക്കുന്നത്, നമുക്ക് ആവശ്യം വന്നത് എങ്ങനെയാണെന്നുള്ളതെന്ന് പറയാം. അപ്പോൾ അതിന് നമുക്ക് എന്താണ് ഒരു ഇലക്ട്രിക് ഷോക്ക് അല്ലേ, ഇലക്ട്രിക് ഷോക്ക് ഉണ്ടാവുക എങ്ങനെ നമുക്കറിയാം. ഇവിടെ എന്താണ് എർത്ത് ലീക്കേജ് കറണ്ട് അല്ലേ, ഒരു പിന്നെ നമ്മുടെ എന്തെങ്കിലും ഒരു ഉപകരണങ്ങളോ അല്ലെങ്കിൽ എവിടെയാണെങ്കിലും അവിടേക്ക് ഒരു അൺവാണ്ടഡ് പാത്തിലൂടെ നമുക്ക് ലൈവ് വയറിലൂടെ കയറി ന്യൂട്രൽ വയറിലൂടെ തിരിച്ചു പോവേണ്ട കറണ്ട് എപ്പോഴെങ്കിലും നമുക്ക് ആവശ്യമില്ലാത്ത അൺവാണ്ടഡ് പാത്തിലേക്ക് എന്ന് പറഞ്ഞാൽ മെറ്റൽ പാർട്സിലേക്ക് എന്ത് ചെയ്യും, ഒഴുകും. ഇവിടെ ഒഴുകുമ്പോൾ എന്ത് ചെയ്യും, നമ്മുടെ അവിടെ അവിടെ വന്ന് ടച്ച് ചെയ്താൽ നമ്മുടെ ബോഡിയിലൂടെ ആയിരിക്കും എന്ത് ചെയ്യുക, കറണ്ട് ഒഴുകുക. അപ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഇലക്ട്രിക് ഷോക്ക് ഉണ്ടാവുന്നത് അല്ലേ. നമ്മുടെ ബോഡിയിലൂടെ കറണ്ട് ഒഴുകും. ആ കറണ്ട് ഒഴുകുമ്പോഴാണ് നമുക്ക് ഇലക്ട്രിക് ഷോക്ക് ഉണ്ടാവുന്നത്. അപ്പോൾ ഒരു പിന്നെ മനുഷ്യൻ എന്ത് ചെയ്തു, ഇങ്ങനെ ഇലക്ട്രിക് വയറിൽ നിന്നും ലൈവ് വയറിൽ നിന്നും എന്ത് ചെയ്തു, ഇവിടെ പിന്നെ ഒരു മെറ്റൽ പാർട്സിലേക്ക് എന്ത് ചെയ്യും, അൺവാണ്ടഡ് പാത്തിലേക്ക് കറണ്ട് ഒഴുകി നിൽക്കുന്നുണ്ട്. അവിടെ വന്നിട്ട് എന്ത് ചെയ്യും, നമ്മൾ തൊട്ടാൽ വാട്ടർ ഹീറ്ററോ അല്ലെങ്കിൽ വാഷിംഗ് മെഷീനോ ഇലക്ട്രിക് അയണോ നമ്മളെന്ത് ചെയ്തു, ആ ഒബ്ജക്റ്റിൽ നമ്മൾ സ്പർശിച്ചു. ആ സമയത്ത് എന്ത് ചെയ്യും, നമ്മുടെ ബോഡിയിലൂടെ കറണ്ട് ഒഴുകും. അപ്പോൾ അതിൻ്റെ ഉണ്ടാകുന്ന ഡാമേജ് അല്ലേ, നമ്മുടെ ബോഡിയിലൂടെ കറണ്ട് ഒഴുകുക, അല്ലെങ്കിൽ ഇനി അല്ലാത്ത പക്ഷം എന്ത് ചെയ്യും, ഫയർ ഉണ്ടാവും അല്ലേ. ഫയറിന് കാരണമാവുന്നതും ഈ ലീക്കേജ് കറണ്ടാണ്. അങ്ങനെ ഉണ്ടാവുന്നതിൻ്റെ ഡാമേജിൻ്റെ പിന്നെ ശക്തി എന്തിനനുസരിച്ചിരിക്കും, അതിനെ പിന്നെ എന്താണ് ആ ഡിപ്പെൻഡ് അപ്പോൾ ദ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡ്യൂറേഷൻ ഓഫ് കറണ്ട്, കറണ്ടിൻ്റെ മാഗ്നിറ്റ്യൂഡ്, കറണ്ടിൻ്റെ അളവിനും അതുപോലെ തന്നെ എത്ര സമയം ആ കറണ്ട് അതിലൂടെ ഒഴുകണം എന്നുള്ളതിനും അനുസരിച്ചിരിക്കും. ഇനി ഇങ്ങനെ ഈ ലീക്കേജ് കറണ്ടിനെ അല്ലേ, ഈ കറണ്ടിനെ നമ്മൾ എന്ത് ചെയ്യേണ്ടത്, പിന്നെ ഇങ്ങനെ ഉണ്ടാവുന്ന ഈ കറണ്ടിനാണ് നമ്മൾ ലീക്കേജ് കറണ്ട്. ആ കറണ്ട് എന്താണ് മില്ലി ആംപിയറിലാണ് ഉണ്ടാവുക. മില്ലി ആംപിയർ എന്ന് പറഞ്ഞാൽ അല്ലേ, നമ്മളിപ്പോൾ 5 ആംപിയറിൻ്റെ ഫ്യൂസ് കെട്ടുകയാണെങ്കിൽ ആ ഫ്യൂസിന് എന്ത് ചെയ്യില്ല, അത് എഫക്റ്റ് ചെയ്യില്ല. കാരണം മില്ലി ആംപിയറേ ഒഴുകണുള്ളൂ. പക്ഷേ ഒരു മനുഷ്യൻ്റെ ശരീരത്തിലൂടെ അത് ഒഴുകുകയാണെങ്കിൽ മനുഷ്യനാകെ വളരെ കുറച്ച് മില്ലി ആംപിയർ, 8 മില്ലി ആംപിയർ അല്ലെ 9 മില്ലി ആംപിയർ വരെ മാക്സിമം നമുക്ക് എന്ത് ചെയ്യുള്ളൂ, നമ്മുടെ ശരീരത്തിലൂടെ ഒഴുകാൻ. പിന്നെ ഒരു 6 മില്ലി ആംപിയറിൻ്റെയും താഴെയാണെങ്കിൽ പിന്നെ നമുക്ക് ഷോക്ക് അടിക്കുന്ന പ്രശ്നമൊന്നും ഉണ്ടാവില്ല. പിന്നെ അതിൻ്റെ മുകളിലേക്ക് വരുന്തോറും ഷോക്കിൻ്റെ എഫക്റ്റ് കൂടിക്കൊണ്ടേയിരിക്കും. മില്ലി ആംപിയർ ആണ്. ആ മില്ലി ആംപിയർ എന്താണ് നമുക്ക് പിന്നെ വളരെ എഫക്റ്റീവായിട്ട് എന്ന് പറഞ്ഞാൽ 9 മില്ലി ആംപിയറിലും കൂടുതൽ വരുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യും, ഷോക്ക് അടിക്കാൻ തുടങ്ങും. അത് 20 മില്ലി ആംപിയർ ആകുമ്പോഴേക്കും നമ്മുടെ പിന്നെ മസിൽസിനെ അഫക്റ്റ് ചെയ്യാൻ തുടങ്ങും. അത് 50 കഴിഞ്ഞാൽ നമുക്ക് എന്താണ് നമ്മുടെ ഹൃദയമിടിപ്പിനെ തന്നെ ബാധിക്കുന്ന അവസ്ഥയിലേക്ക് എത്തും. അപ്പോൾ എന്താണ് ഈ മില്ലി ആംപിയർ കൊണ്ട് എന്ത് ചെയ്യില്ല, ഫ്യൂസിനോ അല്ലെങ്കിൽ MCBക്കോ ഒന്നും കാര്യമായിട്ട് ഈ അഫക്റ്റ് ചെയ്യില്ല. അപ്പോൾ വളരെ മാഗ്നിറ്റ്യൂഡ് കുറവാണ്. അതുകൊണ്ട് തന്നെ എന്താണ് ഫ്യൂസോ MCB ഒന്നും എന്ത് ചെയ്യില്ല, അത് ഡിറ്റക്റ്റ് ചെയ്യില്ല. അത് പിന്നെ ട്രിപ്പാവുകയോ അല്ലെങ്കിൽ അത് പിന്നെ ഫ്യൂസായി പോവുകയോ ചെയ്യില്ല. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും, ഇലക്ട്രിസിറ്റി വഴി നമുക്ക് ഫയർ ഉണ്ടാവാനോ അല്ലെങ്കിൽ ഷോക്ക് അടിച്ച് ആൾ മരിച്ചു പോകാനൊക്കെ കാരണമാവും. ആ സമയങ്ങളിൽ ഇങ്ങനെയുള്ളതാണ് ഈ ലീക്കേജ് കറണ്ട്. നമുക്ക് 2 കാര്യങ്ങളിൽ, ഒന്ന് പിന്നെ നമ്മൾ പറഞ്ഞു ഷോക്ക് അടിക്കുക, അതുകൊണ്ട് അല്ലെങ്കിൽ ഫയർ ഉണ്ടാവുക. രണ്ടാമത്തത് എന്താണ്, ഇങ്ങനെ ഒരു ലീക്കേജ് കറണ്ട് ഉണ്ടായാൽ എനർജി വേസ്റ്റായി പോവുകയാണ്. ആ എനർജി വേസ്റ്റായി പോകണം നമ്മൾ അറിയില്ല. നമുക്കെന്ത് ചെയ്യും, നമുക്ക് വരേണ്ട ആക്ച്വൽ ബില്ലിനേക്കാൾ വളരെ കൂടുതൽ ബില്ല് നമ്മൾ അടയ്ക്കേണ്ടി വരികയും ചെയ്യും. അങ്ങനെ പിന്നെ അതെന്താണ്, നമ്മൾ ബില്ലടക്കുക മാത്രമല്ല, പക്ഷേ KCBക്ക് നഷ്ടവും സംഭവിക്കുകയാണ്. വെറുതെ ആളുകൾ ഉപയോഗിക്കാതെ പൈസ കിട്ടണമെന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല. നമ്മളെന്താണ് അത് നമ്മൾ പിന്നെ കറണ്ട് ഉണ്ടാക്കുകയാണല്ലോ, ആ കറണ്ട് ഉണ്ടാക്കുന്ന സോഴ്സുകൾ വളരെ കുറവാണ്. അപ്പോൾ എന്താണ് ഇത് വെറുതെ നഷ്ടപ്പെടുത്താൻ
പറ്റില്ല എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ELCB അല്ലെങ്കിൽ റെസിജ്വൽ കറണ്ട് ഓപ്പറേറ്റഡ് സർക്യൂട്ട് ബ്രേക്കറുകൾ നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങിയത്. ഇൻ്റർനാഷണൽ ലെവലിൽ എന്താണ് നമുക്ക് പിന്നെ വേസ്റ്റ് നമ്മൾ പറഞ്ഞു ഇലക്ട്രിക്കലായിട്ട് എനർജി വേസ്റ്റ് ആവും. അതുപോലെ തന്നെ ഈ എർത്ത് ലീക്കേജ് കറണ്ട് കാരണമായിട്ട് ഇലക്ട്രിക്കൽ ഷോക്കും ഫയറും ഉണ്ടാവും. അതിനൊക്കെ പ്രൊട്ടക്ഷൻ ചെയ്യാനും വേണ്ടി മാക്സിമം പ്രൊട്ടക്ഷൻ ചെയ്യുന്ന സാധനമാണ് റെസിജ്വൽ കറണ്ട് ഓപ്പറേറ്റഡ് സർക്യൂട്ട് ബ്രേക്കർ. ഇത് ഇൻ്റർനാഷണൽ ലെവലിൽ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കാനുള്ള കാരണമാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ ഈ റെസിജ്വൽ കറണ്ട് സർക്യൂട്ട് ബ്രേക്കർ RCCB നമ്മൾ പോപ്പുലറായിട്ട് വിളിക്കുന്നതാണ് ഈ എർത്ത് ലീക്കേജ് സർക്യൂട്ട് ബ്രേക്കർ. പഴയ പേരാണ് ഈ ELCB. ഇപ്പോൾ പുതിയതിലൊക്കെ RCCB എന്നാണ് കാണുക. റെസിജ്വൽ കറണ്ട് സർക്യൂട്ട് ബ്രേക്കർ എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. ഇതിൻ്റെ രണ്ടിൻ്റെ ഫുൾ ഫോം നിങ്ങൾ ഓർത്ത് വെക്കണം. എർത്ത് ലീക്കേജ് സർക്യൂട്ട് ബ്രേക്കർ അതുപോലെ തന്നെ റെസിജ്വൽ കറണ്ട് സർക്യൂട്ട് ബ്രേക്കർ രണ്ടും ഒന്ന് തന്നെയാണ്. ഇപ്പോൾ സാധനം എന്താണെന്നുള്ളത് ഒന്നുകൂടി നമ്മൾ പറയുന്നുണ്ട്. ഇത് രണ്ട് ടൈപ്പ് ELCB രണ്ട് ടൈപ്പ് ഉണ്ട്. ഒന്ന് വോൾട്ടേജ് ഓപ്പറേറ്റഡ് ELCB, രണ്ടാമത്തത് കറണ്ട് ഓപ്പറേറ്റഡ് ELCB. ആദ്യം നമുക്ക് വോൾട്ടേജ് ഓപ്പറേറ്റഡ് ELCB നമുക്ക് ചർച്ച ചെയ്യാം. ഈ ഡിവൈസ് എന്താണ് മേക്കിംഗ് ആൻഡ് ബ്രേക്കിംഗ് ഓഫ് എ സർക്യൂട്ട്. ഈ ഡിവൈസിലൂടെ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, ലൈനും എന്ന് പറഞ്ഞാൽ ഫേസും ന്യൂട്രും കൊടുക്കുക. ഈ ഡിവൈസിലൂടെ ആയിരിക്കും എങ്ങോട്ട്, ലോഡിലേക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ വരുന്ന സപ്ലൈ നമ്മൾ നേരിട്ട് ELCBക്കായിരിക്കും. പിന്നെ നമ്മൾ എനർജി മീറ്ററിൽ വന്നു, പിന്നെ എന്ത് ചെയ്യും, നമ്മൾ മെയിൻ സ്വിച്ച് കഴിഞ്ഞിട്ട് പിന്നെന്താണ് നമ്മൾ പിന്നെ വേറെ എന്തെങ്കിലും അതിൻ്റെ മുമ്പ് നമ്മളെന്തെങ്കിലും പിന്നെ ഐസൊലേറ്റർ എന്തെങ്കിലും കൊടുക്കുന്നുണ്ടെങ്കിൽ അത് കൊടുത്തിട്ട് നേരെ ELCBയിലേക്കായിരിക്കും കൊടുക്കുക. അപ്പോൾ ഈ ELCBയിലൂടെ കയറിയിട്ടാണ് ലോഡിലേക്ക് മുഴുവനായിട്ടും പോവുക. അപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് ബ്രേക്ക് ചെയ്യാം, അത് മെയ്ക്ക് ചെയ്യാം പറ്റും ഈ ELCB ഉപയോഗിച്ചിട്ട്. ഇനി എന്തെങ്കിലും പിന്നെ ഇത് എങ്ങനെ ട്രിപ്പ് ആവുക എന്ന് ചോദിച്ചാൽ, ഈ വോൾട്ടേജ് ഓപ്പറേറ്റർ ആയതുകൊണ്ട് എന്താണ് എപ്പോഴെങ്കിലും നമ്മുടെ എർത്തിലേക്കുള്ളതും അതുപോലെ തന്നെ ഈ പിന്നെ മെറ്റൽ വർക്കുമായിട്ടുള്ള വോൾട്ടേജ് എപ്പോഴെങ്കിലും 24 വോൾട്ടിലും കൂടുതൽ എപ്പോഴെങ്കിലും വന്നാൽ, പൊട്ടൻഷ്യൽ ഡിഫറൻസ് എപ്പോഴെങ്കിലും പ്രൊട്ടക്റ്റഡ് മെറ്റൽ വർക്കും അതുപോലെ തന്നെ എന്താണ് ജനറൽ മാസ് ഓഫ് എർത്തും തമ്മിലുള്ള വോൾട്ടേജ് ഡിഫറൻസ് അല്ലെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് 24 വോൾട്ടിലും കൂടുതൽ എപ്പോഴെങ്കിലും വന്നാൽ എന്ത് ചെയ്യും, ഇത് ഓട്ടോമാറ്റിക്കലി ട്രിപ്പാവും. അങ്ങനെയാണ് വോൾട്ടേജാണ് ഇവിടെ എന്ത് ചെയ്യണത്, പിന്നെ നോക്കണത് എത്ര വോൾട്ടേജ് ഇവിടെ 24 വോൾട്ടേജിലും കൂടുതൽ വന്നാൽ എന്ത് ചെയ്യും, ഇത് ട്രിപ്പാവും. ഈ പിന്നെ വോൾട്ടേജ് സിഗ്നൽ വിൽ കോസ് ദി റിലേ ടു ഓപ്പറേറ്റ്. ഇവിടെ ഒരു റിലേ ഉണ്ട്, നമുക്ക് ഓപ്പറേറ്റിംഗ് കോയിലാണ് ഈ റിലേ ഓപ്പറേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യും, ഇത് ട്രിപ്പാവും. എപ്പോഴെങ്കിലും ഈ ജനറൽ മാസ് ഓഫ് എർത്തും ഇതും തമ്മിലുള്ള വോൾട്ടേജ്, പിന്നെ നമ്മളിവിടെ കൊടുത്ത മെറ്റൽ വർക്കും തമ്മിലുള്ള വോൾട്ടേജ് എപ്പോഴെങ്കിലും 24 വോൾട്ടിലും കൂടുതലായാൽ അപ്പോൾ എന്ത് ചെയ്യും, ഈ ഓപ്പറേറ്റിംഗ് കോയിൽ വർക്ക് ചെയ്യും, ഇവിടെ ട്രിപ്പാവും. അങ്ങനെയാണ് വോൾട്ടേജ് ഓപ്പറേറ്റഡ് ELCB വർക്ക് ചെയ്യുന്നത്. പക്ഷേ ഈ വോൾട്ടേജ് ഓപ്പറേറ്റഡ് ELCB IEE വയറിങ്ങിൻ്റെ റെഗുലേഷൻ പ്രകാരമുള്ള റിക്വയർമെൻറ്റ് മീറ്റ് ചെയ്യാത്തതുകൊണ്ട് തന്നെ പ്രാക്ടിക്കലി നമ്മളിത് ഉപയോഗിക്കണില്ല. അങ്ങനെ ഉപയോഗിക്കണമെങ്കിൽ അഡീഷണൽ പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ വോൾട്ടേജ് ഓപ്പറേറ്റഡ് ELCB അല്ല നമ്മൾ സാധാരണയിൽ ഉപയോഗിക്കുന്നത്. നമ്മുടെ വീടുകളിലൊക്കെ ഉപയോഗിക്കുന്നതും നമ്മുടെ സാധാരണ ഇവിടെ ഉപയോഗിക്കുന്നതുമായിട്ടുള്ള സാധനം കറണ്ട് ഓപ്പറേറ്റഡ് ELCB ആണ്. അപ്പോൾ കറണ്ട് ഓപ്പറേറ്റഡ് ELCB ആണ് നമ്മൾ RCCB എന്ന് പറയുന്ന സാധനം. അപ്പോൾ ഈ കറണ്ട് ഓപ്പറേറ്റഡ് ELCB ഉപയോഗിക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എന്താണ് മെയ്ക്ക് ചെയ്യാനും ബ്രേക്ക് ചെയ്യാനും എന്ന് പറഞ്ഞാൽ 3 ഫേസ് ആണെങ്കിലും സിംഗിൾ ഫേസ് ആണെങ്കിലും ഇതിലൂടെ ആയിരിക്കും കടന്നു പോവുക. അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യാം, മെയ്ക്ക് ചെയ്യാം, ബ്രേക്ക് ചെയ്യാം. അതുപോലെ തന്നെ ഓട്ടോമാറ്റിക്കലി ഇത് ബ്രേക്ക് ആവും എപ്പോൾ, ഈ സർക്യൂട്ടിലൂടെ എന്താണ് ഫേസും ന്യൂട്രും ആണെങ്കിൽ, സിംഗിൾ ഫേസ് ആണെങ്കിൽ ഫേസും ന്യൂട്രും ആണ്. അപ്പോൾ ഫേസിലൂടെ പോകുന്ന കറണ്ട് മുഴുവനായിട്ടും എന്ത് ചെയ്യണം, ന്യൂട്രലിലൂടെ തിരിച്ച് സോഴ്സിലേക്ക് തന്നെ പോകണം. എന്താണ് റിട്ടേൺ പാത്തായിട്ടാണ് ന്യൂട്രൽ ആക്ട് ചെയ്യാൻ നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു. അപ്പോൾ എന്താണ് ആ റിട്ടേൺ പാത്തിൽ എപ്പോഴെങ്കിലും ഇതിൻ്റെ വെക്ടർ സമ്മുകൾ ഇത് രണ്ടും കൂടി കൂട്ടിയാൽ എന്താണ് ഒന്ന് പിന്നെ നമുക്ക് 0 അല്ലാത്ത വാല്യൂ കിട്ടുകയാണെങ്കിൽ, അപ്പോൾ നമ്മൾ 0 അല്ലാത്തെന്ന് പറയുമ്പോൾ നമ്മളെന്താണ് 0 അല്ലാതായി എന്ന് വിചാരിച്ചത് ട്രിപ്പ് ആവില്ല. നമ്മൾ ഒരു പ്രീ ഡിറ്റർമൈൻഡ് എമൗണ്ട് ആദ്യം നമ്മൾ എന്ത് ചെയ്താൽ ഒരു തീരുമാനിച്ചൊരു വാല്യൂ എന്ന് പറഞ്ഞാൽ 30 മില്ലി ആംപിയറാണ് സാധാരണ. 30 മില്ലി ആംപിയറിലും കൂടുതലായാൽ എന്ത് ചെയ്യും, ഇത് ഓട്ടോമാറ്റിക്കലി ട്രിപ്പാവും. അപ്പോൾ പിന്നെ എപ്പോഴെങ്കിലും എന്ത് ചെയ്യും, നമ്മൾ ഫേസിലൂടെ ഒഴുകുന്ന കറണ്ട് മുഴുവനായിട്ടും എപ്പോഴെങ്കിലും ന്യൂട്രലിലൂടെ ഒഴുകിയിട്ടില്ല എങ്കിൽ, അങ്ങനെ ഒഴുകാതിരിക്കാൻ എന്തായിരിക്കും കാരണം,
എർത്തിലേക്ക് ലീക്കേജ് ഉണ്ടാവും അല്ലേ. എർത്തിലേക്ക് എപ്പോഴെങ്കിലും ലീക്കേജ് വന്ന് മുഴുവനായിട്ടും എന്തിലൂടെ പിന്നെ ന്യൂട്രലിലൂടെ തിരിച്ച് റിട്ടേൺ ഒഴുകിയിട്ടില്ല എങ്കിൽ അപ്പോൾ എന്ത് ചെയ്യും, പിന്നെ അതിൻ്റെ വെക്ടർ സം ഫേസിൻ്റെയും ന്യൂട്രലിൻ്റെയും വെക്ടർ സം നമ്മൾ എടുക്കുമ്പോൾ 0 ആവില്ല. അങ്ങനെ 0 അല്ലാത്ത സമയത്ത് പിന്നെ 0 അല്ലാതാണ് സമയം മാത്രമല്ല, നമ്മൾ ആദ്യം 30 മില്ലി ആംപിയറിലും കൂടുതൽ വന്നാൽ എത്രയാണോ സെറ്റ് ചെയ്ത വാല്യൂ അതിലും കൂടുതൽ വന്നാൽ എന്ത് ചെയ്യും, ഇത് ട്രിപ്പാവും. ഈ കറണ്ട് ഓപ്പറേറ്റഡ് റിലേ ആണ്. നല്ല പിന്നെ ഓപ്പറേഷനൊക്കെ വളരെ റിലയബിളാണ്, അതുപോലെ തന്നെ ഈസിയാണ്, പിന്നെ ഇൻസ്റ്റാൾ ചെയ്യാനും മെയിൻ്റനൻസിനൊക്കെ ഈസിയാണ്. അപ്പോൾ ഇതിനെ ഈ കറണ്ട് ഓപ്പറേറ്റഡ് ELCB നമ്മൾ ആൾസോ കാൾഡ് റെസിജ്വൽ കറണ്ട് സർക്യൂട്ട് ബ്രേക്കർ RCCB എന്നും പേര് പറയും. അപ്പോൾ കറണ്ട് ഓപ്പറേറ്റഡ് ELCB ആണ് RCCB. അപ്പോൾ ഈ ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് RCCB എന്ന് തന്നെയാണ് പറയുക. അപ്പോൾ ELCB എന്ന് പറഞ്ഞാലും RCCB എന്ന് പറഞ്ഞാലും ഇപ്പോൾ കറണ്ട് ഓപ്പറേറ്റഡ് ELCB ആണ് എന്ന് മനസ്സിലാക്കുക. ഇനി കൺസ്ട്രക്ഷൻ ഓഫ് കറണ്ട് ഓപ്പറേറ്റഡ് ELCB എന്താണ് കൺസ്ട്രക്ഷൻ നമുക്ക് നോക്കാം. ഇതിലെന്താണ് ഒരു ടൊറോയിഡ് റിങ്, ഇതാണ് ഈ റിങ്ങിനെയാണ് ടൊറോയിഡ് റിങ് എന്നാണ് അതിന് പേര് പറയുക. എന്താണ് ഹൈ പെർമിയബിലിറ്റി ഉള്ള ഒരു മാഗ്നറ്റിക് മെറ്റീരിയൽ കൊണ്ട് ഉണ്ടാക്കിയ ഒരു ടൊറോയിഡ് റിങ് ആണ്. ടൊറോയിഡ് റിങ് എന്നാണ് ഇതിന് പറയുക. ഇതിൽ എന്തുണ്ട്, 2 പ്രൈമറി കോയിൽ, 2 പ്രൈമറി വൈൻഡിങ്ങുകളുണ്ട്. ഇവിടെ നോക്കുക, 2 പ്രൈമറി വൈൻഡിങ്ങുകളുണ്ട്. ഇതിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുക, ഫേസും ന്യൂട്രലും. ഇവിടെ ഫേസ് ഇവിടെ കൊടുക്കും, ഫേസിൻ്റെ ഔട്ട്പുട്ടിലേക്ക് പോണത് ഇവിടെ നിന്ന് എടുക്കും. അപ്പോൾ തന്നെ ന്യൂട്രൽ ഇവിടെ കൊടുക്കും, ന്യൂട്രലിൻ്റെ ഔട്ട്പുട്ടിലേക്ക് പോണത് ഇവിടെ നിന്ന് കൊടുക്കും. അപ്പോൾ ഫേസും ന്യൂട്രലും കണക്ട് ചെയ്യുന്നതാണ് ഈ പ്രൈമറി. ഇനി സെക്കൻഡറി എന്ന് പറഞ്ഞിട്ട് രണ്ടാമത് എന്തുണ്ട്, ഒരു സെക്കൻഡറി വൈൻഡിങ് ഉണ്ട്. ഇത് കണക്ട് ചെയ്തത് ഇവിടെ ഉണ്ടോ, സെക്കൻഡറി വൈൻഡിങ് ആണ്. ഈ സെക്കൻഡറി വൈൻഡിങ് കണക്ട് ചെയ്ത് എവിടേക്കാണ്, ഒരു ഹൈലി സെൻസിറ്റീവ് ഇലക്ട്രോ മാഗ്നറ്റിക് റിലേയിലേക്കാണ്. ഈ റിലേ ഒരു ട്രിപ്പ് റിലേ ആണ്. ഈ ട്രിപ്പിൽ എന്ത് ചെയ്യും, പിന്നെ ഒരു ട്രിപ്പ് മെക്കാനിസത്തിലേക്ക് ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു റിലേ ആണ്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ. എന്തുണ്ട്, 2 പ്രൈമറി കോയിലുണ്ട്, അതിലേക്ക് ഫേസും ന്യൂട്രലും കൊടുത്തിട്ട് അതിലൂടെയാണ് ഫേസും ന്യൂട്രലും കടന്നു പോവുക. പിന്നെ ഒരു സെക്കൻഡറി പിന്നെ കോയിലുണ്ട്, അതിൽ എന്ത് ചെയ്യും, റിലേ കോയിലിലേക്കും കണക്ട് ചെയ്തിരിക്കും. ഇതിനെ മൊത്തമായിട്ട് നമ്മൾ കോർ ബാലൻസ്ഡ് കറണ്ട് ട്രാൻസ്ഫോമർ CBCT എന്ന് പേര് പറയും. ഇതിന് മൊത്തത്തിൽ കോർ ബാലൻസ്ഡ് കറണ്ട് ട്രാൻസ്ഫോമർ എന്നാണ് ഇതിന് പറയുക. അപ്പോൾ CBCT കോർ ബാലൻസ്ഡ് കറണ്ട് ട്രാൻസ്ഫോമർ. ഇനി നോക്കുക, അത് പിന്നെ ഇപ്പോൾ നമ്മൾ അതിൽ കൺസ്ട്രക്ഷൻ പറഞ്ഞു എങ്ങനെ ഇത് കണക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ നോക്കുക, നമ്മൾ പറഞ്ഞു എന്താണ് അല്ലേ, ഫേസ് എന്താണ് ആ പിന്നെ പ്രൈമറി വൈൻഡിങ്ങിലേക്ക്, അതിന് എന്താണ് ഇത് ലോഡിലേക്ക് അതിലൂടെ കയറിപ്പോവും. ന്യൂട്രും അതുപോലെ തന്നെ രണ്ടാമത്തെ പ്രൈമറി വൈൻഡിങ്ങിലൂടെ ലോഡിലേക്ക് കയറിപ്പോവും. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ്, ഇവിടെ ഒരു റിലേയിലേക്കാണ് ഈ സെക്കൻഡറി വൈൻഡിങ് പോകുന്നത്. ആ റിലേ എന്തിനു വർക്ക് ചെയ്യിക്കും, ഇപ്പോൾ ട്രിപ്പ് ആവാനുള്ള ഇതിന് വർക്ക് ചെയ്യിക്കും. പിന്നെ എക്സ്ട്രാ ഒരു സാധനം എന്താണ്, ഒരു ടെസ്റ്റ് ബട്ടൺ. ഈ ടെസ്റ്റ് ബട്ടൺ എന്തിനാണ് ഉപയോഗിക്കണമെന്ന് വെച്ചാൽ നമുക്ക് ഈ ELCB വർക്കിംഗ് ആണോ അല്ലേ, ഒരു പിന്നെ എർത്ത് ലീക്കേജ് വന്നാൽ ഇത് വർക്കിംഗ് ആണോ എന്നുള്ളത് ടെസ്റ്റ് ചെയ്യാനും വേണ്ടിയിട്ട് ഈ ടെസ്റ്റ് ബട്ടൺ ഉപയോഗിക്കുന്നത്. നമുക്കൊരു ELCB തിരിച്ചറിയാനുള്ള എളുപ്പമാർഗവും ഈ ടെസ്റ്റ് ബട്ടൺ നോക്കുകയാണ്. ടെസ്റ്റ് ബട്ടൺ ഉണ്ടെങ്കിൽ അതൊരു ELCB ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി എൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണ്, വർക്കിംഗ് എന്നുള്ളതാണ്. അപ്പോൾ എന്താണ്, ഒരു റെസിജ്വൽ കറണ്ട് ഡിവൈസ്, അതിന് RCD ഇങ്ങനെ പറയാറുണ്ട്. എന്താണ് റെസിജ്വൽ കറണ്ട് ഡിവൈസ്, RCDൻ്റെ ഫുൾ ഫോം ഒന്ന് ഓർത്ത് വെക്കുക, റെസിജ്വൽ കറണ്ട് ഡിവൈസ് ആണ്. RCCB എന്താണ്, റെസിജ്വൽ കറണ്ട് സർക്യൂട്ട് ബ്രേക്കറാണ്. ആ ഒരു സർക്യൂട്ട് ബ്രേക്കർ എന്താണ്, ഇതിൽ സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ എന്താണ്, കണ്ടിന്യൂസ്ലി കമ്പയർ ചെയ്യാണ്. എന്തിനെ, ഫേസിലൂടെയും ന്യൂട്രലിലൂടെയും ഒഴുകണ കറണ്ട്. ഫേസിലൂടെ ഒഴുകണ കറണ്ട് മുഴുവനായിട്ടും എന്ത് ചെയ്യണം, ന്യൂട്രലിലൂടെ തിരിച്ചു പോകണം. അപ്പോൾ അതിനെ എന്ത് ചെയ്യുക, എപ്പോഴും കമ്പയർ ചെയ്യുക, തിരിച്ചു പോകുന്നുണ്ടോ എന്നുള്ളത് കമ്പയർ ചെയ്യുകയാണ് ചെയ്യുക. ഇങ്ങനെ എന്താണ്, 2 പിന്നെ കറണ്ടും തമ്മിൽ എന്തെങ്കിലും ഒരു ഡിഫറൻസ് വരികയാണെങ്കിൽ അതിനെയാണ് നമ്മൾ റെസിജ്വൽ കറണ്ട് എന്ന് പറയുക. അത് എവിടേക്കാണ് ഒഴുകുക, എർത്തിലേക്കാണ് ഒഴുകുക. എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു എന്താണ്, ഈ റെസിജ്വൽ കറണ്ട് ഡിവൈസ് എപ്പോഴും കമ്പയർ ചെയ്തുകൊണ്ടിരിക്കും. ലൈനിലൂടെ പോണേ പിന്നെ ഫുൾ കറണ്ട്, ഫേസിലൂടെ പോണ ഫുൾ കറണ്ടായി ന്യൂട്രലിലൂടെ തിരിച്ചു പോകുന്നുണ്ടോ എന്നുള്ളത് കമ്പയർ ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ എപ്പോഴെങ്കിലും അതിൽ ഡിഫറൻസ് ഉണ്ടാവുകയാണെങ്കിൽ അത് എങ്ങോട്ടാണ് ഒഴുകുക, എർത്തിലേക്ക് ഒഴുകണം. ആ കറണ്ടിനെയാണ് റെസിജ്വൽ കറണ്ട് എന്ന് പറയുക. അതിന് പേര് വരാനുള്ള കാരണം എന്നാണ്, ആ പിന്നെ എർത്തിലേക്ക് ഒഴുകുന്ന കറണ്ടിനെയാണ് റെസിജ്വൽ കറണ്ട് എന്ന് പേര് പറയുക. അപ്പോൾ ആ റെസിജ്വൽ കറണ്ട് ഇതിൻ്റെ പർപ്പസ് എന്താണ്, ഈ റെസിജ്വൽ കറണ്ട് ഡിവൈസിൻ്റെ പർപ്പസ് ഈ റെസിജ്വൽ കറണ്ട് എന്താണ് ഒഴുകുന്നുണ്ടോ എന്നുള്ളത്
പിന്നെ നമ്മൾ എന്താ മോണിറ്റർ ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ റെസിജ്വൽ കറണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു എന്താണ് ഇവിടെ നോക്കുക, ഇവിടെ ഒരു എർത്ത് ഫാൾട്ട് അല്ലേ, ഇവിടെ ഒരു എർത്ത് ഫാൾട്ട് വന്നു. അങ്ങനെ എർത്ത് ഫാൾട്ട് വന്നാൽ എന്ത് ചെയ്യും, ഈ എർത്തിലേക്ക് കറണ്ട് ഒഴുകും. ആ എർത്തിലേക്ക് ഒഴുകണ കറണ്ട് അല്ലേ, ആ കറണ്ട് എന്ത് ചെയ്യുക, മോണിറ്റർ ചെയ്യുക. അങ്ങനെ പിന്നെ കറണ്ട് ഒഴുകിയാൽ ആ സമയത്ത് എന്ത് ചെയ്യും, ഈ പിന്നെ പ്രീസെറ്റ് ലെവലിൽ നമ്മൾ പറഞ്ഞു നേരത്തെ നമ്മൾ സെറ്റ് ചെയ്തൊരു ലെവലുണ്ട് എന്ന് പറഞ്ഞാൽ 30 മില്ലി ആംപിയറോ അല്ലെങ്കിൽ 100 മില്ലി ആംപിയറോ അങ്ങനെ ഒരു ലെവലുണ്ട്. അതിലും എപ്പോഴെങ്കിലും കൂടിയാൽ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കായിട്ട് ഈ സർക്യൂട്ടിനെ സ്വിച്ച് ഓഫ് ചെയ്യുക എന്നുള്ളതാണ് ഈ റെസിജ്വൽ കറണ്ട് ഡിവൈസിൻ്റെ പർപ്പസ്. ഇനി പിന്നെ നമ്മൾ മെയിൻ കോണ്ടാക്റ്റ് ക്ലോസ് ചെയ്താൽ എന്താണ് സംഭവിക്കുക എന്നുള്ളതാണ്. ഇവിടെ ഈ മെയിൻ കോണ്ടാക്റ്റ് നമ്മൾ ക്ലോസ് ചെയ്തു. അപ്പോൾ ക്ലോസ് ചെയ്താൽ എന്ത് ചെയ്യും, കറണ്ട് പിന്നെ ഫേസിലൂടെ അല്ലേ, പിന്നെ നമ്മൾ ഈ മെയിൻ കോണ്ടാക്റ്റ് കൊടുത്തിരിക്കുന്നത് ഒരു പ്രഷർ സ്പ്രിങ്ങിലൂടെയാണ്, ഒരു സ്പ്രിങ്ങിലൂടെയാണ്. ഇതൊന്ന് വിട്ടാൻ ചെയ്യും, പെട്ടെന്ന് അങ്ങോട്ട് തന്നെ തിരിച്ചു പോകുന്ന രീതിയിലുള്ളൊരു പ്രഷർ സ്പ്രിങ്ങിലൂടെയാണ് നമ്മൾ കൊടുത്തത്. അപ്പോൾ ഈ ഫേസും ന്യൂട്രലും കറണ്ടുകൾ അല്ലേ രണ്ടിലൂടെയും പിന്നെ ഒഴുകും എന്നാണ്, ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ. ഇവിടെ ഫേസ് ഈ ഡയറക്ഷനിൽ ഇങ്ങോട്ടും എന്താണ് ഇത്, എന്നിട്ട് ലോഡിലൂടെ തിരിച്ച് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ എന്ത് ചെയ്യും, തിരിച്ച് പിന്നെ സപ്ലൈയിലേക്ക് തന്നെ നമ്മുടെ എങ്ങോട്ടാണോ അങ്ങോട്ട് തന്നെ തിരിച്ച് റിട്ടേൺ പാത്ത് രണ്ടിലൂടെയും ഒഴുകും. അങ്ങനെ ഇങ്ങനെ ഒഴുകുന്നതുകൊണ്ട് എന്താണ്, ഇതിലുണ്ടാണ് ആംബിയർ ടേൺസ് അല്ലേ. ഇവിടെ ഒരു MMF ഉണ്ടാവും, നമ്മൾ പഠിച്ചതാണ്. ഇതിലൂടെ ചുറ്റിലൂടെ ഒഴുകിയാൽ എന്തെങ്കിലും അവിടെ ഒരു ഫ്ലക്സ് ഉണ്ടാവും, അവിടെ ഒരു ആംബിയർ ടേൺസ് ഉണ്ടാവും. ഇതെന്തായിരിക്കും, ഇതിലൂടെ ഒഴുകണ അതേ കറണ്ട് തിരിച്ചും ഒഴുകണം. അങ്ങനെ ഒഴുകുകയാണെങ്കിൽ രണ്ട് ഭാഗത്തുകൊണ്ടാണ് ആംബിയർ ടേൺസ് എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും, പക്ഷേ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയിരിക്കും, ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ അല്ലേ നോ റെസിജ്വൽ കറണ്ടൊന്നും എന്താണ് ഈക്വൽ ആംബിയർ ടേൺസ് ആയതുകൊണ്ട് തന്നെ എന്തുണ്ടാവില്ല, ഒരു ഫ്ലക്സ് ഇത് രണ്ടും കൂടി ക്യാൻസൽ ചെയ്തു എന്താണ്, ഈ ഓപ്പോസിറ്റ് ആംബിയർ ടേൺസുകൾ തമ്മിൽ ക്യാൻസൽ ചെയ്ത് പോകുന്നു. അതുകൊണ്ട് തന്നെ ഈ മാഗ്നറ്റിക് കോറിൽ എന്തുണ്ടാവില്ല, മാഗ്നറ്റിക് ഫ്ലക്സുകളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ പിന്നെ നോർമൽ കണ്ടീഷനിൽ ലൈനിലൂടെ പോയി നേരെ എന്താണ് ന്യൂട്രലിലൂടെ ഫേസിലൂടെയും പിന്നെ രണ്ട് കറണ്ടും സെയിം അല്ലേ, ഇതിലൂടെ ഒഴുകുന്ന കറണ്ട് മുഴുവനായിട്ടും റിട്ടേൺ പാത്ത് പോകുമ്പോൾ രണ്ടിലും സെയിം ആയിരിക്കും. അപ്പോഴാണ് ആംബിയർ ടേൺസിനും സെയിം ആയിരിക്കും. അത് രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്, ഒന്ന് ഈ ഡയറക്ഷനും ഒന്ന് ഈ ഡയറക്ഷനുമാണ്. അപ്പോൾ ഓപ്പോസിറ്റ് ഡയറക്ഷനാണ് ഉണ്ടാവുക. ആ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയതുകൊണ്ട് തന്നെ ഇത് പരസ്പരം ക്യാൻസൽ ചെയ്ത് പോകുന്നതുകൊണ്ട് തന്നെ ഈ കോറിൽ എന്തുണ്ടാവില്ല, ഫ്ലക്സ് ഒന്നും സെറ്റപ്പ് ചെയ്യില്ല. ഇനി എന്തെങ്കിലും കാരണവശാൽ ഒരു ഫാൾട്ട് സംഭവിച്ചു, ഇവിടെ ഒരു എർത്ത് ഫാൾട്ട് സംഭവിച്ചാൽ എന്ത് ചെയ്യും, ഇതിലൂടെ ഫേസിലൂടെ ഒഴുകുന്ന കറണ്ട് മുഴുവനായിട്ടും എന്തിലൂടെ ഒഴുകൂല, ന്യൂട്രലിലൂടെ ഒഴുകാതെ ഇതിലൂടെ കുറച്ച് കറണ്ട് അങ്ങോട്ട് പോകും, ഈ എർത്തിലൂടെ ഒഴുകും. അപ്പോൾ എന്ത് ചെയ്യും, ഇവിടെ വ്യത്യാസം വരും. ഇവിടെ ഉണ്ടാണ് ആംബിയർ ടേൺസും ഫേസിലുണ്ടാണ് ആംബിയർ ടേൺസിനേക്കാൾ കുറവായിരിക്കും. ഇവിടെ ഉണ്ടാണ് ആംബിയർ ടേൺസ്, ന്യൂട്രലുണ്ടാണ് ആംബിയർ ടേൺസ്. അപ്പോൾ എന്ത് ചെയ്യും, ഇവിടെ ഒരു വ്യത്യാസം വരുമ്പോൾ ഒരു റെസിജ്വൽ കറണ്ട് പിന്നെ എങ്ങോട്ട് പാസ് ചെയ്തു, നമ്മൾ പറഞ്ഞൊരു റെസിജ്വൽ കറണ്ട് എർത്തിലേക്ക് പാസ് ചെയ്തു. അപ്പോൾ എന്ത് ചെയ്യും, എങ്ങോട്ട് പോകില്ല, ന്യൂട്രലിലൂടെ റിട്ടേൺ പാത്ത് ഒഴുകില്ല. അപ്പോൾ ഇവിടെ സംഭവിക്കണം എന്താണെന്ന് ചോദിച്ചാൽ എന്താണ്, ഈ ആംബിയർ ടേൺസ് ഫേസിൽ ആംബിയർ ടേൺസ് കൂടുതലും ന്യൂട്രൽ ആംബിയർ ടേൺസ് കുറവും. അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് എന്താണ്, ഒരു പിന്നെ ആംബിയർ ടേൺസ് ഇവിടെ ഈ കോറിൽ എന്ത് ചെയ്യും, ഒരു ഫ്ലക്സ് സെറ്റപ്പ് ചെയ്യും. ആ ഫ്ലക്സ് എന്തിനെ ലിങ്ക് ചെയ്യും, ഇത് ഈ കോറിലൊരു ഫ്ലക്സ് സെറ്റപ്പ് ചെയ്യും. ആ ഫ്ലക്സ് നമ്മളിവിടെ സെക്കൻഡറി കോയിലിനെ ലിങ്ക് ചെയ്യും. ആ സെക്കൻഡറി കോയിലിനെ ലിങ്ക് ചെയ്യുമ്പോൾ അവിടെ ഒരു EMF ഉണ്ടാവും. ആ EMF എന്തിലേക്ക് ഒഴുകും, ഇവിടെ ഉള്ള റിലേ കോയിലിലേക്ക് ഒഴുകും. എപ്പോഴെങ്കിലും നമ്മൾ എന്താണ് ഈ ഉണ്ടാണ് റെസിജ്വൽ കറണ്ടിനെ ആണ് ഈ വാല്യൂ ഡിപ്പെൻഡ് ചെയ്യും. ഇവിടെ ഉണ്ടാണ് EMF, ഇവിടെ നമ്മളൊരു EMF ഉണ്ടാവും. അതിനെ എത്ര റെസിജ്വൽ കറണ്ട് ഒഴുകണമെന്ന് എന്നുള്ള ഇതിൻ്റെ വ്യത്യാസത്തിനനുസരിച്ചിരിക്കും ഇവിടെ ഉണ്ടാണ് EMF. അപ്പോൾ ഈ EMF എപ്പോഴെങ്കിലും ഇതിലൂടെ ഒഴുകണ കറണ്ട്, അപ്പോൾ ഇതിലൂടെ കറണ്ട് ഒഴുകാൻ തുടങ്ങും. ആ കറണ്ട് എപ്പോഴെങ്കിലും നമ്മൾ പ്രീ ഡിറ്റർമൈൻഡ് ആദ്യം അല്ലേ നമ്മൾ തീരുമാനിച്ച വാല്യൂ 30 മില്ലി ആംപിയറോ അല്ലെങ്കിൽ 100 മില്ലി ആംപിയറിലോ കൂടുതലായാൽ എന്ത് ചെയ്യും, ഇതിനെ ഈ ഇവിടെയുള്ള റിലേ കോയിലിനെ എനർജൈസ് ചെയ്യും. റിലേ കോയിലിനെ എനർജൈസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ഈ പിന്നെ ട്രിപ്പിംഗ് ഡിവൈസിനെ പിന്നെ എനർജൈസ് ചെയ്താൽ എന്ത് സംഭവിക്കും,
ഇവിടെ ട്രിപ്പ് ആവും അല്ലേ. ഈ റിലേ കോയിൽ എനർജി എന്ത് ചെയ്യും, ഇതിനെ അങ്ങോട്ട് തള്ളിയിട്ട് എന്ത് ചെയ്യും, ഇത് ട്രിപ്പായിട്ട് എന്ത് ചെയ്യും, നമ്മൾ സർക്യൂട്ടിനെ ഇവിടെയുള്ള നമ്മുടെ എവിടെയാണോ അത് പിന്നെ സർക്യൂട്ട് മുഴുവനായിട്ടും എന്ത് ചെയ്യും, കെയർ ചെയ്യും, പ്രിവെൻറ്റ് ചെയ്യും, നമുക്ക് ഷോക്കിൽ നിന്നോ ഇതിൽ നിന്നൊക്കെ നമ്മളെ സംരക്ഷിക്കും. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ് ഉള്ളത് എന്ന് പറഞ്ഞാൽ എപ്പോഴെങ്കിലും ഫേസിലൂടെ പോണ കറണ്ട് മുഴുവനായിട്ടും റിട്ടേൺ പാത്തായ ന്യൂട്രലിലൂടെ വന്നിട്ടില്ല എങ്കിൽ എന്ത് ചെയ്യും, ഇത് എപ്പോഴും ഇത് കമ്പയർ ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. എപ്പോഴെങ്കിലും അങ്ങനെ വന്നിട്ടില്ല എന്നുള്ളത് സംഭവിച്ചാൽ ഇവിടെ ഉണ്ടാകുന്ന ഫ്ലക്സും ഇവിടെ ഉണ്ടാകുന്ന ഫ്ലക്സും തമ്മിൽ എന്ത് ചെയ്യും, ന്യൂട്രലൈസ് ചെയ്ത് പോകാത്ത അവസ്ഥ. അപ്പോൾ എന്ത് ചെയ്യും, ഇവിടെ നമ്മുടെ പിന്നെ സെക്കൻഡറി കോയിലൊരു EMF ഉണ്ടാവും. ആ EMF എന്തിനെ വർക്ക് ചെയ്യും, റിലേനെ വർക്ക് ചെയ്യിക്കും, എന്നിട്ട് എന്ത് ചെയ്യും, ട്രിപ്പ് ആവും. ഇതാണ് ഇതിൻ്റെ വർക്കിംഗ്. അപ്പോൾ നമുക്കതിൻ്റെ ഇനി ടെസ്റ്റ് സ്വിച്ച് അല്ലേ വർക്ക് ചെയ്യിക്കുമ്പോൾ എന്താണ് സംഭവിക്കുക എന്നുള്ളതും കൂടി നമുക്ക് നോക്കാം. ഇതാണ് ഇവിടെ ടെസ്റ്റ് സ്വിച്ച്. ഈ ഇതിലുള്ള ടെസ്റ്റ് സ്വിച്ച് ഈ കാണുന്നതാണ്. എന്താണ് പിന്നെ നമ്മളെ റിക്വയർമെൻറ്റ് പിന്നെ BS 842 പ്രകാരം നിർബന്ധമായിട്ടും ടെസ്റ്റ് സ്വിച്ച് ഇതിൽ വേണം. ഇത് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ള അറിയാണ്. എന്തിനാണ് ഉപയോഗിക്കണമെന്ന് വെച്ചാൽ ടെസ്റ്റ് ദ ഫംഗ്ഷൻ ഓഫ് ELCBൻ്റെ ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്യാനും വേണ്ടിയാണ്. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഒരു മാസത്തിൽ ഒരിക്കലും നമ്മൾ ടെസ്റ്റ് ചെയ്യണം. ഇനി ഇങ്ങനെ ഈ പ്രസ് ബട്ടൺ നെക്കിയാൽ എന്താ സംഭവിക്കുക എന്നുള്ളത് നോക്കുക. ഇവിടെ നിന്നാണ് ഇവിടെ നോക്കുക, ഫേസ് ഇവിടെ പോകുന്നുണ്ട് അല്ലേ. ഈ പ്രസ് ബട്ടൺ നിൽക്കുമ്പോൾ എന്ത് ചെയ്യും, കറണ്ട് ഒഴുകുക അല്ലേ, എപ്പോഴും പിന്നെ ലോ റെസിസ്റ്റൻസ് ഉള്ള പാത്തിലൂടെയാണ്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യും, നമ്മുടെ ലോഡുണ്ട് അല്ലേ, ഇപ്പുറത്ത് ലോഡുണ്ട്. അപ്പോൾ ലോഡ് എന്ത് ചെയ്യും, ഹൈ റെസിസ്റ്റൻസ് ആയിരിക്കും. അപ്പോൾ ലോ റെസിസ്റ്റൻസ് പാത്തിലൂടെയാണ് കറണ്ട് ഒഴുകുക. അപ്പോൾ എന്ത് ചെയ്യും, ഇവിടെ നമ്മൾ നിൽക്കുമ്പോൾ ഇതിലൂടെ കറണ്ട് ഒഴുകും, എന്നിട്ട് എന്ത് ചെയ്യും, ന്യൂട്രലിലൂടെ തിരിച്ചു പോകും. അപ്പോൾ എന്താ സംഭവിക്കുക എന്നുള്ളത് നോക്കുക. ഇവിടെ എന്താണ് അല്ലേ, ഇവിടെ പിന്നെ ന്യൂട്രൽ കോയിലൂടെ നമ്മുടെ പ്രൈമറി വൈൻഡിങ് ആയ അല്ല ഒന്ന് ന്യൂട്രലിലൂടെ എന്ത് ചെയ്യും, കറണ്ട് ഒഴുകണില്ല. അപ്പോൾ ഇവിടെയുള്ള ഫ്ലക്സ് എന്തായിരിക്കും, 0 ആയിരിക്കും. ഇവിടെ മാക്സിമം ഫ്ലക്സും ആയിരിക്കും. അപ്പോൾ എന്ത് ചെയ്യും അല്ലേ, ഇവിടെ പിന്നെ ആംബിയർ ടേൺസ് പിന്നെ എന്താണ് ഇവിടെ ഒരു ഫ്ലക്സ് ക്രിയേറ്റ് ചെയ്യും. ആ ഫ്ലക്സ് എന്തിനെ വർക്ക് ചെയ്യിക്കും അല്ലേ, ഇവിടെ സെക്കൻഡറി കോയിലിൽ പിന്നെ EMF ഉണ്ടാവും. ആ EMF ഈ റിലേനെ വർക്ക് ചെയ്യിക്കും, എന്നിട്ട് എന്ത് ചെയ്യും, ട്രിപ്പ് ആവും. എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ടെസ്റ്റ് ബട്ടൺ നക്കിയാലും നേരത്തെ അതേ സംഭവം ഇവിടെ എന്താണ് പിന്നെ കറണ്ടിൻ്റെ വ്യത്യാസം വന്നു അപ്പം എന്ത് ചെയ്യും, ഇത് ട്രിപ്പ് ആവും. അപ്പോൾ ഈ ടെസ്റ്റ് സ്വിച്ച് ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ പിന്നെ നമുക്കെന്ത് ചെയ്യാം, ഇത് വർക്കിംഗ് ആണോ എന്നുള്ളത് പിന്നെ ഈ ELCB അല്ലെങ്കിൽ RCCB വർക്കിംഗ് ആണോ എന്നുള്ളത് നമുക്കെന്ത് ചെയ്യാം, നോക്കാനും വേണ്ടിയാണ് ടെസ്റ്റ് സ്വിച്ച്. ഇങ്ങനെയാണ് ടെസ്റ്റ് സ്വിച്ചിൽ സംഭവിക്കുന്നത്. ഇതിലൂടെ കയറിയിട്ട് ഇങ്ങോട്ട് ഇറങ്ങുന്നതുകൊണ്ട് ഇവിടെ 0 ആയിരിക്കും. ഈ ന്യൂട്രൽ കോയിൽ 0 ആയിരിക്കും. ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം വന്നാൽ എന്ത് ചെയ്യും, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ട്രിപ്പ് ആവും. പിന്നെ അതൊരു വീഡിയോയിലൂടെ നമുക്ക് നോക്കാം. ഇതിലുള്ള ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ഇവിടെ ഒരു CBCT ആണ്, ഇതിന് മൊത്തത്തിൽ നമ്മൾ പേര് പറയുക. പിന്നെ ഒരു എന്താണ് ഇതിനെ CBCT എന്നാണ് പറയുക. ഇതിന് സെൻസിങ് കോയിലുണ്ട്, പിന്നെ ട്രിപ്പിംഗ് റിലേ ഉണ്ട്, ടെസ്റ്റ് ബട്ടൺ ഉണ്ട്. അങ്ങനെ നമ്മൾ ഇത് ഓണാക്കുന്ന സമയത്ത് ഇവിടെ ഓണാക്കി അല്ലേ, നമ്മൾ ഓണാക്കിയാൽ എന്താണ്, ഇതിലൂടെ കറണ്ട് നേരെ തിരിച്ചൊഴുകിക്കൊണ്ടിരിക്കും. അതാണ് ഇവിടെ പ്രൈമറി കോയിൽ അല്ലെ ഫേസ് കോയിലും അതുപോലെ ന്യൂട്രൽ കോയിലും പിന്നെ റിലേ കോയിലിലേക്ക് പിന്നെ എന്ത് വരില്ല, സപ്ലൈ ഒന്നും വരുന്നില്ല. ഫുള്ളായിട്ട് ഇതിലൂടെ അടുക്കുമ്പോൾ പിന്നെ ഒഴുകിക്കൊണ്ടിരിക്കുക. വേറെ ഫാൾട്ടുകളൊന്നുമില്ല, നോർമൽ ഓപ്പറേഷനാണ്. ആ കണ്ടീഷനിൽ റിലേ കോയിലിൽ രണ്ടിലും ഒരേ മാഗ്നറ്റിക് ഫ്ലക്സ് ആയിരിക്കും ഉണ്ടായിരിക്കുക. നമ്മൾ പറഞ്ഞില്ലേ, ആംബിയർ ടേൺസ് ഒരേ ഇതായിരിക്കും. രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയതുകൊണ്ട് തന്നെ ഇത് എന്ത് ചെയ്യും, ന്യൂട്രലൈസ് ചെയ്തും. അതുകൊണ്ട് തന്നെ ഇവിടെ 0 വോൾട്ട് ആയിരിക്കും. ഇനി നമ്മളെന്താണ് ഒരു ഫാൾട്ട് ഡ്യൂറിങ് ആൻ എർത്ത് ഫാൾട്ടുള്ള സമയത്ത് ഇത് നമ്മൾ എന്ത് ചെയ്തു, ഓണാക്കി ഫുള്ളായിട്ട് ഇങ്ങോട്ടാണ് പോകേണ്ടത്. പക്ഷേ എന്താണ്, ഇവിടെ ഒരു ഫാൾട്ട് നമ്മൾ സംഭവിക്കുകയാണെങ്കിൽ, ഇവിടെ ഒരു ഫാൾട്ട് സംഭവിച്ചാൽ എന്ത് ചെയ്യും, ഇതിലൂടെ കറണ്ട് കൊടുക്കും അല്ലേ. മുഴുവനായിട്ടും എന്ത് ചെയ്യില്ല, ന്യൂട്രലിലൂടെ പോകില്ല. ഇവിടെ കൂടുതൽ ഫ്ലക്സ് ഉണ്ടാവും, ഇവിടെ കുറഞ്ഞ ഫ്ലക്സ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇത് തമ്മിൽ എന്ത് ചെയ്യില്ല, ക്യാൻസൽ ചെയ്ത് പോകില്ല. ബാക്കിയുള്ളത് എന്ത് ചെയ്യും, ഇവിടെ ഈ കോറിലൊരു ഫ്ലക്സ് ക്രിയേറ്റ് ചെയ്യും. ആ ഫ്ലക്സ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്ത് ചെയ്യും, ഇവിടെ ഒരു ഇതിലൊരു EMF ഉണ്ടാവും. ആ EMF എന്തിനെ വർക്ക് ചെയ്യിക്കും, ഈ റിലേ കോയിലിനെ വർക്ക് ചെയ്യിക്കും. എന്നിട്ട് എന്ത് ചെയ്യും, ട്രിപ്പ് ആവും. ഇനി നോക്കുക, നമ്മൾ അടുത്ത ഇതിൻ്റെ വർക്കിംഗ് നമ്മൾ എന്താണ്, ഈ സ്വിച്ചിൻ്റെ വർക്കിംഗ് ഇവിടെ നമ്മൾ പിന്നെ ഓൺ ചെയ്താൽ എന്ത് ചെയ്യും, ഇതിലൂടെ കറണ്ട് കൊടുക്കും അല്ലേ, ഇതിലൂടെ കറണ്ട് കൊടുക്കും. അപ്പോൾ ആ കറണ്ട് കൊടുക്കുമ്പോൾ എന്താണ്, ഇവിടെ ഫേസ് കോയിലിലൂടെ കറണ്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഒരു ആംബിയർ ടേൺസ് ഉണ്ടാവും. പക്ഷേ ന്യൂട്രലിലൂടെ ഒരു 0 ആയിരിക്കും ആംബിയർ ടേൺസ്. അപ്പോൾ ഇവിടെ ഒരു ഫേസ് ഡിഫറൻസ് ഉണ്ടാകുമ്പോൾ ഈ കോറിൽ എന്തുണ്ടാവും, ഒരു ഫ്ലക്സ് ഉണ്ടാവും. അത് ഈ കോയിലിനെ കട്ട് ചെയ്തിട്ട് നമുക്ക് ഒരു EMF ഉണ്ടാവും, അത് ട്രിപ്പ് ആവും. ഇങ്ങനെയാണ് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഒന്നും കൂടി പറഞ്ഞു എന്നുള്ളൂ. അപ്പോൾ
നോക്കുക. ഇനി ടെക്നിക്കൽ സ്പെസിഫിക്കേഷൻ ആണ് അടുത്തത്. എന്താണ് കറണ്ട് റേറ്റിംഗ്? ELCBൻ്റെ കറണ്ട് റേറ്റിംഗ് 25 ആംപിയർ, 40 ആംപിയർ, 63 ആംപിയറിലൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ നമ്പർ ഓഫ് വോൾട്ട്സ് 2ഉം 4ഉം ഉള്ളത് അവൈലബിൾ ആണ്. പിന്നെ നോമിനൽ വോൾട്ടേജ് 240-ലും അവൈലബിൾ ആണ്. അതുപോലെ തന്നെ 415 വോൾട്ടിലും 50 ഹെർട്സ് അവൈലബിൾ ആണ്. പിന്നെ സെൻസിറ്റിവിറ്റി ആണ് ഞാൻ നേരത്തെ പറഞ്ഞു. എന്താണ് ലീക്കേജ് കറണ്ട് അല്ലേ, എത്രയാണ് നമ്മൾ പ്രീ ഡിറ്റർമൈൻഡ് ചെയ്യുന്ന ഒരു വാല്യൂ, അതിലും കൂടുതലായാൽ എന്ത് ചെയ്യണം, ട്രിപ്പ് ആവണം. അത് ELCBൻ്റെ ഡിസൈനിൻ്റെ ലീക്കേജ് കറണ്ട് 30 ആംപിയർ, 100 ആംപിയർ, 300 ആംപിയറിൻ്റെ ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ ഇലക്ട്രിക്കൽ ലൈഫ് എന്താണ് 10,000 ഓപ്പറേഷനിനേക്കാൾ കൂടുതൽ നമുക്ക് ഇലക്ട്രിക്കൽ ലൈഫ് ഇതിൽ കിട്ടും. 10,000 പ്രാവശ്യം നമുക്ക് പിന്നെ ഇലക്ട്രിക്കൽ ട്രിപ്പ് ആയാൽ 10,000 പ്രാവശ്യം വരെ ട്രിപ്പ് ആവുന്നത് വരെ കിട്ടും. മെക്കാനിക്കൽ ലൈഫ് ആണെങ്കിൽ നമുക്ക് ഓൺ ഓഫ് ആക്കുന്നത് 20,000 മുതൽ 1,00,000 ഓപ്പറേഷൻ വരെ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ട്രിപ്പിംഗ് ടൈം 30 മില്ലി സെക്കൻഡിൻ്റെ ഉള്ളിൽ, 30 മില്ലി സെക്കൻഡിലും താഴെ തന്നെ ആയിട്ട് എന്ത് ചെയ്യും, ഇത് ട്രിപ്പ് ആവും. അപ്പോൾ ഇത് 4 പോൾ പിന്നെ ELCB ആണ്. ഇത് ഇവിടെ നോക്കുക, ടെസ്റ്റ് സ്വിച്ചാണ്. ഇത് രണ്ടിലും ടെസ്റ്റ് സ്വിച്ചാണ്. ഇത് 2 പോൾ ELCB ആണ്. ഇത് സിംഗിൾ ഫേസിലും ഇത് 3 ഫേസ് വിത്ത് ന്യൂട്രലുമാണ് ഉപയോഗിക്കുക. ഇവിടെ നമ്മൾ പറഞ്ഞു സെൻസിറ്റിവിറ്റി ഇത് 30 മില്ലി ആംപിയർന്ന് ഇവിടെ കാണാം. 30 ഒരു RCCB നമ്മൾ എടുത്തു നോക്കിയാൽ അതിൽ കാണാം ഇവിടെ 30 മില്ലി ആംപിയർ ആണോ എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ എത്രയാണ് കണ്ടിന്യൂസ് കറണ്ട് റേറ്റിംഗ് എത്രയാണെന്നുള്ളത് 63 ആംപിയർ ആണ് ഇതിൻ്റെ കറണ്ട് റേറ്റിംഗ്. ഇത് 4 പോൾ ആണെന്നുള്ളത് ഇവിടെ കാണാം. എത്ര വോൾട്ടേജ് ആണ്, 400 വോൾട്ടേജ് ആണ് എന്നുള്ളതൊക്കെ നമുക്ക് ഇതിൽ കാണാം. ഇവിടെ ടെസ്റ്റ് ബട്ടൺ എന്നുള്ള ഇവിടെ നക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ഇത്രയും കാര്യം എന്താണ് അപ്പം നമ്മൾ ചർച്ച ചെയ്ത കാര്യങ്ങൾ എന്താണ് ELCBൻ്റെ പിന്നെ വർക്കിംഗ് പ്രിൻസിപ്പിൾ, അതിൻ്റെ ടൈപ്സ്, അതിൻ്റെ കൺസ്ട്രക്ഷൻ, പിന്നെ അതിൻ്റെ എന്താണ് ടെക്നിക്കൽ സ്പെസിഫിക്കേഷൻ നമ്മൾ ചർച്ച ചെയ്തു. ഇത് നമ്മുടെ എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉപകാരമുള്ള, നമ്മൾ ഇലക്ട്രിക്കൽ ഫീൽഡിൽ തന്നെ നിന്നോളണമെന്നില്ല. എന്താണ് ഇതിൻ്റെ വർക്കിംഗ് ഉള്ളത്, നമുക്ക് നമ്മുടെ വീടുകളിൽ നിന്നല്ല ഏത് KSEBിൽ നിന്ന് സപ്ലൈ കിട്ടണമെങ്കിൽ ഇപ്പോൾ എന്ത് വേണം, ELCB വേണം. അപ്പോൾ അത് നിർബന്ധമായിട്ടും നമുക്ക് അറിയേണ്ടതാണ്. ഇനി അടുത്ത ലെസൺ ടൈപ്സ് ഓഫ് കേബിൾസ് ഫോർ വയറിങ്ങിനും വേണ്ടിയുള്ള കേബിളിൻ്റെ ടൈപ്പ് ആണ് നമ്മൾ പറയണത്. അപ്പോൾ എല്ലാവരും ഇന്നത്തെ ക്ലാസ് കണ്ട് മനസ്സിലാക്കി പഠിക്കുക. എല്ലാവർക്കും നന്ദി.